ഇനി ജന്മാഷ്ടമി അല്ലേ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പവും പാൽപ്പായസവും ഉണ്ടാക്കാം. അതെ, നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന അരിപ്പൊടി വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയുണ്ട്. ഇതിലേക്ക് ഒരു 2 പഴം അരച്ചത് ചേർക്കാം. പഴം അരച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്യാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിലേക്ക് നെയ്യിൽ വറുത്ത തേങ്ങയും എണ്ണും ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കയും പൊടിച്ച് വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഉണ്ടാക്കാം. ഞാൻ കുറച്ച് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഭഗവാന് സമർപ്പിക്കാം. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ.